സംസ്ഥാനത്ത് ഭരണമാറ്റ വികാരം ശക്തമായിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അതായത് ഭൂരിഭാഗം മന്ത്രിമാരും CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും തോൽക്കുന്നവരിൽ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രചരണത്തിൽ സമുദായ കളർ ചേർത്തു എന്നാണ് ഷാഫി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും തോൽവിയായിരിക്കും CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടാവുക എന്ന് ഷാഫി പറമ്പിൽ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പറയാൻ പറ്റില്ല. ശരി, ഷാഫി പറഞ്ഞില്ല ഭൂരിഭാഗം വരുന്ന മന്ത്രിമാരും പരാജയപ്പെടും. ഏതൊക്കെ മന്ത്രിമാരെന്ന് പറയാൻ പറ്റുമോ? അത് ആദ്യം വ്യക്തമാക്കണം. ഷാഫി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതാണ് പറയേണ്ടത്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം മുഖ്യമന്ത്രി ഇപ്പം നമുക്ക് പരാജയപ്പെടാൻ സാധ്യതയില്ലാത്ത നേതാക്കന്മാരിൽ ഒരാളാണ്. അത് പുള്ളി മുഖ്യമന്ത്രി തന്നെയാണല്ലോ. ധർമ്മടം മണ്ഡലത്തിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഈ പലപ്പോഴും ഈ സർവേ വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഷി അഗസ്റ്റിൻ അദ്ദേഹം പരാജയപ്പെടുമെന്ന് പറയുന്നു. OR കേളു മാനന്തവാടിയിലെ അദ്ദേഹം പരാജയപ്പെടുമെന്ന് പറയുന്നു. പിന്നെ CPM-ലെ തൃത്താലയിൽ മത്സരിക്കുന്ന MP രാജേഷ് പരാജയപ്പെടുമെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ 3 മന്ത്രിമാർ പരാജയപ്പെടും എന്നുള്ളതാണ് അവർ കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു പല കണക്കുകൾ പ്രകാരം അവർ പറയുന്നൊരു കാര്യം അതാണ്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ശരി, MP രാജേഷ് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ തൃത്താലയിൽ മത്സരിക്കുന്ന VT ബൽറാം എന്ന് പറയുന്ന നേതാവാണ്. ആ VT ബൽറാമിന് എന്താണ് ഇത്ര പ്രസക്തി? അവിടെ VK ശ്രീകണ്ഠൻ അടക്കമുള്ള അവിടുത്തെ മുതിർന്ന നേതാക്കന്മാർ, പാലക്കാട് ജില്ലയിലെ മുതിർന്ന DCC നേതാക്കന്മാർ അടക്കമുള്ളവർക്ക് ഈ തൃത്താലയിലെ VT ബൽറാമിനെതിരായിട്ടൊരു വലിയ വികാരമുണ്ട്. പലരും വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അയാളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്ന നിലയിൽ VT ബൽറാമിനെതിരായി പ്രാദേശികമായ ഒരു വികാരം ശക്തമാണ്. അദ്ദേഹം അവിടുത്തെ പാർട്ടിക്കാരനാണ്. പലരും വിളിച്ചാൽ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാത്തൊരു നേതാവാണ്. അവിടുത്തെ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ MLA ആവും? ആ MLA ആൾക്കാർ വിളിച്ചാൽ എങ്ങനെയാണ് ഫോൺ എടുക്കുക? അപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കാത്തൊരു MLA കൊണ്ട് നാട്ടുകാർക്ക് എന്താണെന്നേ കാര്യം? സ്വന്തം പാർട്ടിക്കാരിലെ മുതിർന്ന നേതാക്കന്മാർ വിളിച്ചിട്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ല അദ്ദേഹം. അപ്പോൾ VT ബൽറാമിനെ ജയിപ്പിച്ചു വിടുന്നുണ്ടെന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പം MP രാജേഷ് പരാജയപ്പെടാൻ എന്താ കാര്യം? പുള്ളി ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ MP രാജേഷ് എന്ന് പറയുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മന്ത്രി ഏതെങ്കിലും തരത്തിൽ കേരള രാഷ്ട്രീയത്തിലോ അതല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു അഴിമതി നടത്തിയിട്ടുള്ള ഒരു നേതാവാണോ? MP രാജേഷിൻ്റെ പേരിൽ ഒരു അഴിമതി പോലും ഇല്ല. അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ വകുപ്പിലെല്ലാം വളരെ ഭംഗിയായി ഓരോ കാര്യങ്ങളും, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായി ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോയൊരു മന്ത്രിയായിരുന്നു. അതിനകത്ത് ആർക്കും യാതൊരു എതിരഭിപ്രായമില്ല MP രാജേഷിനെ കുറിച്ച്. പിന്നെ റോഷി അഗസ്റ്റിൻ മാത്രം ഈ പറയുന്ന പോലെ, റോഷി അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആ റോഷി അഗസ്റ്റിൻ്റെ പേരിൽ ജലവിഭവം ആണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്ത്. അപ്പോൾ സ്വാഭാവികമെന്നോണം പിന്നെ ഈ പറയുന്ന പോലെ ഈ വെള്ളക്കരം കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വിലവർദ്ധനവ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇതിനകത്ത് വരിക. പിന്നെ തന്നെയുമല്ല, ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഈ 3 പേരുടെ പേര് ഉയർന്നു കേൾക്കുന്നത്. ശരി, പക്ഷേ വേറെ ഏതൊക്കെ? P പ്രസാദ്, കൃഷി വകുപ്പ് മന്ത്രി, അദ്ദേഹം എങ്ങനെ പരാജയപ്പെടാനുള്ള സാഹചര്യമുണ്ടോ? മന്ത്രി വീണ ജോർജിനെതിരായി പ്രാദേശിക വികാരം ശക്തമാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നീ കേരളത്തിലുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി കോൺഗ്രസ് അച്ചാരം മേടിച്ചു നടത്തിയ പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം വീണ ജോർജ് എങ്ങനെ പരാജയപ്പെടും? അബിൻ വർക്കിയെ പോലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ അവിടെ കൊണ്ടിട്ട് കുറെ യൂത്തന്മാരുടെ വോട്ട് പിടിക്കുമെന്ന് കരുതിയിട്ടാണ് അവരങ്ങനെ ഒരു. അപ്പം വീണ ജോർജ് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ മറ്റൊന്ന്, ഇപ്പൊ പറയുന്ന പോലെ ശിവൻകുട്ടി നിയമത്ത് പരാജയപ്പെടുമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ BJP കോൺഗ്രസ് സഖ്യം തന്നെ ആവാനാണ് സാധ്യത. അവിടെ അവിടെ ഉണ്ടാവുന്ന ശബരിനാഥൻ 3ാം സ്ഥാനത്തേക്ക് പോകും, യാതൊരു സംശയമില്ല. അങ്ങനെ എത്ര മന്ത്രിമാർ പരാജയപ്പെടുമെന്നും അത് ഏതൊക്കെ മന്ത്രിമാരാണ് എന്നുള്ള കാര്യവും വളരെ കൃത്യമായി പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ കഴിയാതെ പോകുന്നത്? ഷാഫി പറമ്പിൽ അത് പറയണ്ടേ? വളരെ കൃത്യമായിട്ട് പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് പറയുന്നില്ല. പിന്നെ ഇവിടെ സമുദായം പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ CPM-കാർ വോട്ട് പിടിച്ചതെന്ന് പറയുന്നത്. ആരാണ് സമുദായം പറഞ്ഞത്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ നിന്ന് മത്സരിക്കുന്ന സമയത്തും K മുരളീധരൻ വടകരയിൽ നിന്ന് മത്സരിക്കുന്ന സമയത്തും എവിടെയാണ് സമുദായം സംസാരിച്ചിരുന്നത്? ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് എവിടെ സമുദായത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഒരു ഘട്ടത്തിൽ പോലും സമുദായം സംസാരിച്ചിരുന്നില്ല. ആരാണ് ശരിക്കും ഈ സമുദായ പ്രസംഗം കൊണ്ടുവരുന്ന? ആരാണ്? കോൺഗ്രസ്സുകാരാണ്. VD സതീശനാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ടുവരുന്നത്, SDPI ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതെല്ലാം VD സതീശനല്ലേ നടത്തിയത്? ഇവിടെ ശബരിമല ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിന് ശേഷമല്ലേ ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങിയത്?
മതം എന്ന് പറയുന്ന ഒന്നിനെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രചരണായുധമാക്കി മാറ്റിയതാരാണ്? UDF തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള എത്ര കാലം പറഞ്ഞുകൊണ്ട് നടന്നു? വിശ്വാസ സംരക്ഷണം. കോൺഗ്രസ്സുകാർക്ക് പറയാൻ പറ്റിയ വാക്കുകളാണ് ഇതൊക്കെ. രമേശ് ചെന്നിത്തലൻ എത്ര ആവർത്തി പറഞ്ഞിട്ടുണ്ട്? VD സതീശൻ എത്ര ആവർത്തി പറഞ്ഞിട്ടുണ്ട്? സണ്ണി വക്കീൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ആചാര സംരക്ഷണം. എന്തിനെ അടൂർ പ്രകാശ് പറഞ്ഞിട്ടില്ലേ ആചാര സംരക്ഷണം? ഒരു മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മതേതര പാർട്ടി എന്ന് മൊത്തം കേരളം മുഴുവൻ പുകൾപെറ്റ അല്ലെ രാജ്യം മുഴുവൻ പുകൾപെറ്റ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ പറ്റിയതാണോ അത്? അല്ല, അങ്ങനെ പറയാൻ പറ്റിയൊരു വാക്കുകളേ അല്ല. എന്നിട്ടും മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തിയതാരാ? സമുദായ നേതാക്കന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാ? CPM-മാരാണോ സമുദായ നേതാക്കന്മാരുടെ പിന്നാലെ പിൻപറ്റി പോകുന്നത്? മതമാണ് 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 പ്രശ്നം എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു കൂവിയത് ആരാണ്? UDF-ലെ പിന്നെ കൊടുവള്ളിയിൽ നിന്ന് മത്സരിക്കുന്ന നേതാവാണ് KM ഷാജി. അത് ആരുടെ പാർട്ടിയിൽ? UDF-ൽ പിന്നെ മുസ്ലിം ലീഗിലെ നേതാവല്ലേ? അദ്ദേഹമല്ലേ മതമാണ് 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 പ്രശ്നം എന്ന് വിളിച്ചു പറഞ്ഞത്? അപ്പം മതം ചർച്ചയിലേക്ക് കൊണ്ടുവന്ന ആരാണ്? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച സമയത്ത് ആദ്യമായിട്ട് ഇവിടെ പിന്നെ ആഹ്ലാദ പ്രകടനം നടത്തിയത് ആരാണ്? SDP അല്ലേ? ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം കൂട്ടി വെൽഫെയർ പാർട്ടിയെ ഒപ്പം കൂട്ടി നിർത്തിക്കൊണ്ട് അവർ മതരാഷ്ട്രവാദികളല്ല എന്ന് പറഞ്ഞത് ആരാണ്? VD സതീശനല്ലേ? അപ്പം ഇവിടെ സംസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് മതം പറഞ്ഞ് വോട്ട് പിടിച്ചുകൊണ്ടിരുന്നതെല്ലാം ഇവിടുത്തെ UDF തന്നെയാണ്. എന്നിട്ടിപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ തലയിലേക്ക് കൊട്ടാൻ ശ്രമിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ UDF-കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ CPM-കാർ മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്താണെന്ന് ഇവർ ഉദ്ദേശിച്ചിരുന്നത്? ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയല്ലോ. ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ് കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു അഭിമുഖം, ഹിന്ദു പത്രവുമായി നടത്തിയ അഭിമുഖം, ആ അഭിമുഖത്തെ തുടർന്ന് മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ എത്ര വലിയ വിവാദമാക്കാനാണ് ഇവിടെ UDF ശ്രമിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ ആഗോള അയ്യപ്പ സംഗമം കൂടി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ന്യൂനപക്ഷ പ്രീണനത്തിന് മനഃപൂർവ്വമായി ശ്രമം നടത്തിയത് UDF-കാരാണ്. ഇവിടെ സംഘപരിവാർ ശക്തികൾക്കൊപ്പം നിൽക്കുന്ന ഒന്നാണ് ഇവിടുത്തെ CPM എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇവിടെ വരുന്ന ന്യൂനപക്ഷ വോട്ടുകളൊക്കെ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് ആ രീതിയിലുള്ള മൂവ്മെന്റ് നടത്തിയത്. അല്ലാതെ വേറൊന്നുമല്ല. വളരെ കൃത്യമായിരുന്നു ആ മൂവ്മെന്റ്. എന്നിട്ട് മതം പറയുകയും എന്തിനേറെ കേരള യാത്രയിൽ സമസ്ത നടത്തിയ കേരള യാത്രയിൽ AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ കേരള യാത്രയിൽ കയറി ചെയ്യുന്നുണ്ട് മതം വിളമ്പിയതാരാണ്? VD സതീശനല്ലേ? സതീശനല്ലേ? എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ മുസ്ലിയാർക്ക് പറയേണ്ടി വന്നില്ലേ? മതം പറയാനുള്ള വേദിയല്ല ഇതെന്ന് പിന്നെ താക്കീത് കൊടുക്കേണ്ടി വന്നില്ലേ? എന്തിനായിരുന്നു അത് ചെയ്തത്? ന്യൂനപക്ഷ പ്രീണനം. ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായി നടത്തിയ ശ്രമങ്ങളായിരുന്നു ഇതെല്ലാം എന്ന് പറയേണ്ടി വരും. അത് തന്നെയാണ് ഇപ്പൊ ഷാഫി പറമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ അതിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം മതവും ജാതിയും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വോട്ട് പിടിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഷാഫി പറമ്പിൽ എത്ര ഒളിച്ചു വെച്ച് നടത്തിയാലും ശരി, ഇതുവരെ വടകര മണ്ഡലത്തിലോ കോഴിക്കോട് അല്ലെങ്കിൽ വടകര പോലൊരു മണ്ഡലത്തിൽ എവിടെയാണ് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് മതത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത്? എന്നാൽ ഷാഫി പറമ്പിലിന്റെ വരവോടുകൂടിയല്ലേ അവിടെ മതം കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയത്? നമ്മൾ പരിശോധിച്ചാൽ മതി. ഈ അടുത്ത കാലത്താണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ മതം കടന്നു വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്? അവിടെ അങ്ങനെ ഒരു നീക്കം നടക്കുന്നത് കൊണ്ടാണ്, ആ രീതിയിൽ നടക്കുന്നതുകൊണ്ടാണ്. ഇത് തന്നെയാണ് ശരിയായ പ്രതിസന്ധി. ആ പ്രതിസന്ധി ഉണ്ടാക്കിയതും കോൺഗ്രസ് പാർട്ടിക്കാരാണ്. എന്നിട്ട് ശരിക്കും കൊണ്ടുവന്ന് CPM-ന്റെ തലയിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് CPM-മാർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന വെറുതെ ഒരു പ്രചരണം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെയൊക്കെ ലക്ഷ്യം.